ഇന്ത്യൻ ക്രിക്കറ്റ് താരം ശിഖർ ധവാൻ രാജ്യാന്തര ക്രിക്കറ്റിൽ നിന്ന് വിരമിച്ചു. ഇന്ത്യയുടെ എക്കാലത്തെ മികച്ച ഒരു ഓപ്പണർ ബാറ്റ്സ്മാനായിരുന്നു ശിഖർ ധവാൻ. രോഹിത് ശർമ്മയുമായിട്ട് ഒരുപാട് നല്ല കൂട്ടുകെട്ടുകൾ നിർമ്മിച്ച് ഇന്ത്യയെ വിജയത്തിലേക്ക് നയിച്ച ശിഖർ ധവാന്റെ പങ്ക് ഏറ്റവും വളരെ വലുതാണ്. 2015 വേൾഡ് കപ്പിലും ചാമ്പ്യൻസ് ട്രോഫിയിലുമൊക്കെ ഇന്ത്യൻ ടീമിലെ ഏറ്റവും അധികം റൺസ് അടിച്ച് കൂട്ടിയവരിൽ ശിഖർ ധവാൻ മുൻപിലായിരുന്നു. നമുക്കറിയാം അദ്ദേഹത്തിൻ്റെ ഒരു പ്ലേയിങ് സ്റ്റൈൽ തന്നെ നമുക്ക് അറിയാം. സ്റ്റാർട്ടിങ്ങിൽ തന്നെ നല്ല രീതിയിൽ റൺസ് വാരി കൂട്ടുന്നതിൽ അദ്ദേഹം കേമനായിരുന്നു. അദ്ദേഹത്തിൻ്റെ പലതരം ഷോട്ടുകൾ നമ്മളെ അധികം ത്രസിപ്പിച്ചിട്ടുള്ളതാണ്. നമുക്കറിയാം ശിഖർ ധവാനെ പോലെ ഒരു പ്ലെയർ നമുക്ക് ഇന്ത്യൻ ടീമിൽ നിന്ന് പോകുമ്പോൾ ഇന്ത്യക്ക് ഒരു വൻ നഷ്ടമാണ്. പിന്നെ അദ്ദേഹത്തെ സംബന്ധിച്ച് നമുക്ക് നോക്കുകയാണെങ്കിൽ നമുക്കറിയാം പുതിയ വളർന്നു വരുന്ന തലമുറയ്ക്ക് വേണ്ടി മാറി കൊടുത്തതായിട്ടാണ് നമ്മൾക്കിപ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്നത്. കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് അദ്ദേഹം ടീമിലെ സ്ഥിര സാന്നിധ്യമല്ലായിരുന്നു. കാരണം പരിക്കുകളും അങ്ങനെയുള്ള ഫോമില്ലായ്മയും ഒക്കെ മൂലം അദ്ദേഹം പല സമയവും ടീമിൽ നിന്ന് പുറത്താക്കപ്പെടുകയും വീണ്ടും തിരിച്ചു വരികയും ചെയ്തിട്ടുണ്ട്. ഓസ്ട്രേലിയക്കെതിരെയും സൗത്ത് ആഫ്രിക്കയ്ക്കെതിരെയുമുള്ള അദ്ദേഹത്തിൻ്റെ മികച്ച പ്രകടനങ്ങൾ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. നമ്മുടെ ഇന്ത്യൻ ടീം പരുങ്ങലിലായിരുന്ന പല സമയങ്ങളിൽ പോലും വിക്കറ്റുകൾ നഷ്ടപ്പെട്ടുകൊണ്ടിരുന്ന സമയങ്ങളിലും അദ്ദേഹത്തിൻ്റെ സേവനം നമുക്ക് വളരെയധികം വിലപ്പെട്ടതായിരുന്നു. കാരണം അദ്ദേഹം വളരെയധികം ചടുലതയോടുകൂടി മുന്നേറുകയും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ബാറ്റിംഗ് സ്റ്റൈൽ തന്നെ വളരെ നല്ലതായിരുന്നു. പലതരം ഷോട്ടുകൾ, അതായത് ഒന്ന് ഫോമിലേക്ക് എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ പലതരം ഷോട്ടുകൾ പായിക്കുന്നതിൽ അദ്ദേഹത്തിൻ്റെ ഒരു ഖ്യാതി തന്നെ നമുക്ക് അധികം ഇഷ്ടപ്പെട്ട ഒരു രീതിയായിരുന്നു. കാരണം വളരെ വ്യത്യസ്തമായ ഒരു ശൈലിയും കൂടിയായിരുന്നു. പിന്നെ അദ്ദേഹത്തിൻ്റെ ഫീൽഡിലെ പ്രകടനവും നമുക്കറിയാവുന്നതായിരുന്നു. ഓരോ ക്യാച്ച് പിടിച്ചു കഴിയുമ്പോഴും അദ്ദേഹം ക്യാച്ചിന് ശേഷം തുടയിലടിച്ച് മുകളിലേക്ക് ചൂണ്ടുവിരൽ നീട്ടി അതൊരു ഗബ്ബാർ സിംഗ് സ്റ്റൈലിൽ അദ്ദേഹത്തിൻ്റെ ഒരു നിൽപ്പും വളരെയധികം കാണികളിൽ ത്രസിപ്പിച്ചിരുന്ന ഒരു സംഭവമായിരുന്നു. നമുക്കറിയാം അദ്ദേഹത്തിനെ ഗബ്ബാർ സിംഗ് എന്നായിരുന്നു, ഇന്ത്യൻ ടീമിൻ്റെ ഗബ്ബാർ സിംഗ് എന്നായിരുന്നു അദ്ദേഹം അറിയപ്പെട്ടുകൊണ്ടിരുന്നത്. അതായത് നമ്മൾ അതായത് പറ്റയടിച്ച മുടിയും ഒരു കണ്ണാടിയും ഒക്കെ വെച്ച് ഒരു വ്യത്യസ്ത സ്റ്റൈലിൽ അദ്ദേഹത്തിൻ്റെ നടപ്പും മീശയിൽ ഒരു ചെറിയ പിരിവും, അതായത് ചെറിയ പഴുതാര മീശയായിരുന്നെങ്കിലും അത് പിരിച്ചു വെച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു നടപ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു രാജകീയമായിരുന്നു. അദ്ദേഹം ഇന്ത്യൻ ടീമിലും ഇന്ത്യൻ ടെസ്റ്റ് ടീമിലും അതുപോലെ തന്നെ ഐ പി എല്ലിൽ ഏറ്റവും അവസാനം പഞ്ചാബ് കിങ്സിൻ്റെ കൂടെയായിരുന്നു. ഏകദേശം അദ്ദേഹം മികച്ച പ്രകടനം തന്നെയാണ് നടത്തിയിരുന്നത്. പക്ഷേ എങ്കിൽ പോലും തിരികെ ടീമിലേക്ക് എത്താൻ ഭയങ്കര പാടുപെട്ടു. കാരണം യുവതാരങ്ങൾ മികച്ച പ്രകടനം നടത്തിയപ്പോൾ അദ്ദേഹത്തിന് ഒരു സ്ഥാനം കിട്ടാത്തൊരു സിറ്റുവേഷൻ വരെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ എങ്ങനെ പോയാലും അദ്ദേഹം ഇപ്പോൾ എടുത്ത തീരുമാനം തന്നെ വളരെ നല്ലതാണ്. കാരണം ഇനി മുന്നോട്ടേക്ക് ക്രിക്കറ്റിൽ ഒരുപാട് താരങ്ങൾ വളരെ മികച്ച രീതിയിൽ പ്രകടനം നടത്തുന്നുണ്ട്. അപ്പം അങ്ങനെ ഒരു സാഹചര്യത്തേക്ക് അദ്ദേഹത്തിന് തിരിച്ചു വരിക എന്നുള്ളത് വളരെയധികം വെല്ലുവിളിയുള്ള സംഭവമാണ്. പിന്നെ ഒരു കണക്കിന് നോക്കുമ്പോൾ വളർന്നു വരുന്ന തലമുറയ്ക്ക് വേണ്ടി മാറിക്കൊടുക്കുക എന്ന് പറയുന്നതിന് നല്ലൊരു തീരുമാനമാണ്. എന്തായാലും അദ്ദേഹം ഒരുപാട് ക്രിക്കറ്റ് കളിച്ചു. ഇന്ത്യൻ ടീമിന് വേണ്ടി ഒരുപാട് നല്ല രീതിയിൽ ക്രിക്കറ്റ് കളിച്ചു. നമ്മളെ ഏറെ ത്രസിപ്പിച്ചിട്ടുള്ള ഒരു താരമാണ് ശിഖർ ധവാൻ. അദ്ദേഹത്തിൻ്റെ വിരമിക്കലിൽ നമുക്ക് അദ്ദേഹത്തിന് ഇതുവരെ ചെയ്ത എല്ലാ സേവനങ്ങൾക്കും അദ്ദേഹത്തിനൊരു നന്ദിയും അർപ്പിക്കാം. ഇന്ത്യൻ ടീം BCCI നല്ല രീതിയിൽ അദ്ദേഹത്തിനൊരു റിട്ടയർമെൻറ്റ്, ഇനിയിപ്പോൾ ഒരു മത്സരങ്ങളൊന്നും കാണത്തില്ല, പക്ഷേ അദ്ദേഹത്തിന് നല്ല ഒരു യാത്രയയപ്പ് തന്നെ നൽകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അദ്ദേഹത്തിൻ്റെ ചില ഷോട്ടുകൾ നമുക്ക് കാണാം.